കഴിഞ്ഞ ദിവസം ബാർക്കോഴയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ സർക്കാരിനെ ന്യായീകരിക്കാൻ വന്ന CPM പ്രതിനിധി അനിൽകുമാർ ശരിക്കും ഇരുന്ന് മെഴുകുകയാണ്. ഈ വിഷയത്തിൽ ഉത്തരമില്ലാതെ ബഹളം വെച്ച് ചർച്ച അലങ്കോലമാക്കുന്ന ഒരു പ്രവണതയാണ് CPM നേതാക്കളുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം അവതാരകനും അതുപോലെ കോൺഗ്രസ് പ്രതിനിധി ജ്യോതികുമാർ ചാമക്കാലയും CPM നേതാവായ അനിൽകുമാറിനെ കൊന്നു കൊല വിളിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. സഹികെട്ട ജ്യോതികുമാർ അനിൽകുമാറിനോട് ചർച്ചയിൽ നിന്നും ഇറങ്ങി പൊയ്ക്കോ എന്ന് വരെ പറയേണ്ട ഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട്. ചർച്ചയുടെ ആ ഭാഗം കേൾക്കാം. ചീഫ് സെക്രട്ടറിക്ക് ഒരു അധികാരവും ഇവിടെ ഔദ്യോഗികമായി സർക്കാർ നിലവാരത്തിൽ ചർച്ച ചെയ്തിട്ടില്ല. ചീഫ് സെക്രട്ടറി സർക്കാരിന്റെ ഭാഗമല്ലേ? ഡയറക്ടർമാരല്ല, ടൂറിസം ഡയറക്ടർ അല്ല സർക്കാർ. അത് അദ്ദേഹത്തിന് പറയാൻ അവകാശമുണ്ട്. താങ്കൾ ആദ്യം പറഞ്ഞു ടൂറിസം ഡയറക്ടർ മാത്രം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അത് പല CPM നേതാക്കളും അത് പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ടൂറിസം ഡയറക്ടർ അല്ല, ടൂറിസം സെക്രട്ടറി തന്നെ ചർച്ച ചെയ്തു, ചീഫ് സെക്രട്ടറി തന്നെ ചർച്ച ചെയ്തു, ചീഫ് സെക്രട്ടറി സമ്മതിക്കുകയും ചെയ്തു. എന്നിട്ട് പറയുമാണ് മന്ത്രിമാർ ചർച്ച ചെയ്തിട്ടില്ല എന്ന്. അതായത് ഇതെല്ലാം ബാഹുടമകൾ അറിയുന്നുണ്ട് സാർ. മന്ത്രിമാരിലേക്കും രാഷ്ട്രീയ തീരുമാനത്തിലേക്കും വരുന്നതിന് മുൻപ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം എന്നുള്ള കാര്യം ഈ ബാഹുടമകൾക്ക് അറിയാം. അത് UDF-ന്റെ കാലത്താണെങ്കിലും LDF-ന്റെ കാലത്താണെങ്കിലും അത് ബാഹുടമകൾ ആ യോഗത്തിൽ പറഞ്ഞു. അത്രയേ ഉള്ളൂ, സിമ്പിൾ. അതാണ് സ്മോൾ ആണോ ഇടപാടെന്ന് ചോദിച്ചത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല മന്ത്രി തലത്തിൽ ഒരു ചർച്ച നടന്നിട്ടില്ല, ഇതാണ് മന്ത്രിമാർ പറഞ്ഞത് എന്നാണ് ശ്രീ K. അനിൽകുമാർ പറയുന്നത്. താങ്കളുടെ വാദം അല്ല, മന്ത്രിതലത്തിൽ ചർച്ച നടന്നില്ല, ഞാൻ സമ്മതിച്ചു സാർ. മന്ത്രിതലത്തിൽ ചർച്ച നടന്നില്ല, ഞാൻ സമ്മതിച്ചു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറയട്ടെ. നിങ്ങൾ പറഞ്ഞ ആക്ഷേപം അതല്ല. ഞങ്ങളെ ആക്ഷേപിച്ചു. മര്യാദ കാണിക്കട്ടെ. ചർച്ചയിൽ ഞാൻ പറഞ്ഞു ഇവിടെ സമയം 7:16 കഴിഞ്ഞിരിക്കുന്നു. ഇതിന് തത്തുല്യമായ സമയം എനിക്ക് ലഭിക്കണം. ഞാൻ സംസാരിക്കണം. ഞങ്ങളെ ആക്ഷേപിച്ചു. ഇല്ല, ഞാനൊരു ആക്ഷേപിച്ചില്ല. ശ്രീ ജ്യോതികുമാർ പറയൂ. താങ്കളുടെ അടുത്ത അവസരത്തിൽ പറയുന്നേ, താങ്കൾക്ക് മാത്രം താങ്കൾ മഞ്ജുഷ മാത്രം സംസാരിച്ചാൽ മതിയോ? ശ്രീ K. അനിൽകുമാർ താങ്കളെ ഒരു ആക്ഷേപിച്ചിട്ടില്ല. ഞങ്ങളെ അപമാനിച്ചു മഞ്ജുഷ്. എന്ത് അപമാനിച്ചു? പറഞ്ഞ മഞ്ജുഷ് അപമാനിച്ചു. ഞാൻ പറയാം. ഇവിടെ എന്താ പ്രശ്നം? ഞാൻ പറയാം. നിങ്ങൾക്ക് ആളാണോ ലാർജ് ആണോ? കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഒരു കോടി എന്ന് പറയുന്ന ആ ആരോപണം കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും താങ്കൾക്ക് സമയം കിട്ടിയിരിക്കും. ജ്യോതികുമാർ ഒന്ന് പറഞ്ഞു തുടങ്ങട്ടെ. ശരി. ഞാൻ വാചകത്തിന് മേലെ കളവ് പറഞ്ഞൊളിച്ചു പോകരുത്. ഏത് കളവ്? വാചകത്തിന് മേലെ ഞങ്ങളെ ആക്ഷേപിച്ചൊളിച്ചു പോകരുത്. മഞ്ജുഷോട് ഞാൻ പറയാം. താങ്കളുടെ അവസരത്തിൽ പറയാം. താങ്കൾ മര്യാദ കാണിക്കുക. സർക്കാരിന്റെ കാലത്ത് ഞാൻ ചാമക്കാല ചർച്ചയ്ക്ക് വിളിച്ചിട്ട് വന്നല്ല. ഞാൻ മഞ്ജുഷോട് ഈ സർക്കാരിന്റെ കാലത്ത് എന്താണെന്നാണ് വിളിച്ചിട്ട് വന്നല്ല. അല്ല, ഈ സർക്കാർ പറഞ്ഞ അപമാനം എന്താണ്? സർക്കാരിന്റെ കാലത്ത് മഞ്ജുഷുമായിട്ടാണ് ഞാൻ പറയുന്നത്. അല്ല, താങ്കൾക്ക് പറയാനുള്ള ഈ സർക്കാരാണ് ഞാൻ മഞ്ജുഷുമായിട്ട് പറയാനുള്ള താങ്കളുടെ അവസരം കഴിഞ്ഞേ. മഞ്ജുഷ് പറഞ്ഞ താങ്കളുടെ അവസരം കഴിഞ്ഞു പറഞ്ഞ എത്ര നേരമായി? താങ്കൾ സ്ഥിരമായി വന്നിരുന്ന ഈ ചർച്ചയിലും നിൽക്കല്ലേ? ഇന്നലെ ഇത് തന്നെയാണ് താങ്കളുടെ അവസ്ഥ. UDF സർക്കാരിനെ പോലെ അല്ലല്ലോ ഇത് പറഞ്ഞ UDF സർക്കാരിനെ പോലെ LDF സർക്കാരിന്റെ കേട്ടു. ശരി, ആയിക്കോട്ടെ, ഞാനതിന് മറുപടി പറഞ്ഞോളാം. ഇനി പറഞ്ഞോളാം. ചർച്ച മുന്നോട്ട് പോട്ടെ. ഇത് പറയാതെ പോവില്ല. താങ്കൾ പറഞ്ഞുവല്ലോ, കേട്ടു. ഞാൻ തിരുത്താനുള്ള എന്ത് തിരുത്താനാണ്? ഞാൻ LDF സർക്കാരിന്റെ കാലത്ത് കോഴ ഇടപാട് നടന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ചർച്ചകളാണ് നമ്മൾ നടത്തുന്നത്. താങ്കൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ പിടിക്കാതെ. ശരി, മര്യാദകളാണ്.
ഞാൻ പറഞ്ഞു ബാഹുടമകൾക്ക് അറിയാം, ബാഹുടമകൾക്ക് അറിയാം കൊടുക്കേണ്ടടുത്ത് കൊടുത്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ഏത് സർക്കാരിന്റെ കാലത്താണെങ്കിലും കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം, എന്നാലേ കാര്യം നടക്കൂ എന്ന് ബാഹുടമകൾക്ക് അറിയാമെന്നാണ്. അല്ലെങ്കിൽ താമസിക്കാതെ പിടിക്കണ്ട. ശ്രീ ജ്യോതികുമാർ ചാമക്കാല. കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടാത്ത ഒരു ഗവൺമെന്റ് അത് ഞാൻ പറയാം. ശരി, ആർജവുണ്ട്, തന്റെ ഇടമുണ്ട്. ശരി ജ്യോതികുമാർ. ആർജവും തന്റെ ശരി 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 അനിൽ, ശരി ജ്യോതികുമാർ. ആയിക്കോട്ടെ ശ്രീ ജ്യോതികുമാർ, ശ്രീ ജ്യോതികുമാർ. ശരി ശരി ആയിക്കോട്ടെ. പിടിച്ച് അങ്ങനെയാണെങ്കിൽ അവരെ കയ്യാമം വെച്ച് കാണിക്കണം, കയ്യാമം വെച്ച് കാണിക്കണം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല. അവരെയൊന്നുമല്ല, നിങ്ങളെയാണ് കളവ് ശരി 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 ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ആയിക്കോട്ടെ ജ്യോതികുമാർ. കേസൊന്നും കൊടുക്കാൻ സൗകര്യപ്പെടില്ലേ, പറഞ്ഞു പോകാൻ ജ്യോതികുമാർ താങ്കൾ പറയാനുള്ളത് പറയൂ. ജ്യോതികുമാർ പറയാനുള്ളത് പറയൂ. ജ്യോതികുമാർ പറയൂ. നോക്കൂ, എനിക്ക് നിങ്ങൾ അവസരം തന്നിരിക്കുന്ന 7:21 ഇത്രയും നേരം അദ്ദേഹമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇതിനെ സംബന്ധിച്ച് കൃത്യമായി പറയുവാനുള്ള അവസരം കിട്ടണം. ഞാൻ വളരെ കൃത്യമായി പറയാം.